ഹലോ, കുപ്പി വാങ്ങാൻ വന്നതാണ് കേട്ടോ. ഇതെന്താ കുപ്പിയെന്ന് മനസ്സിലായോ? വേറെ ഒന്നുമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട, തേനാണ്. നല്ല ഒന്നാന്തരം വൻതേൻ, ചെറുതേൻ, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇതാണ് ഇടുക്കിയിലെ ഫിലിപ്സ് ഹണി, അതാണ് പേര്. ഇവിടുത്തെ ഒരു അപ്പച്ചൻ്റെ പേരാണ്. പുള്ളിക്കാരൻ്റെ മകനാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും തേനെടുക്കുന്ന രീതികളും തേൻ കൃഷിയെ കുറിച്ചൊക്കെ തേനിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ തേൻ എല്ലാത്തിനും നല്ലതാണല്ലേ. ചുമ വരുമ്പോഴും ഈ ചെറുള്ളിയും തേനും കുരുമുളകും കൂടിയിട്ട് ചതച്ചിട്ട് കഴിച്ചാൽ പെട്ടെന്ന് ചുമ മാറും. അപ്പോൾ തേനൊരു നല്ലൊരു ഔഷധം തന്നെയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണഗണങ്ങളുണ്ട്. അവരുടെ വീട് മൊത്തം തേനാണ്. അവരുടെ വീടും പിന്നെ അവരുടെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പറമ്പുണ്ട്. അതും ഈ തേൻ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെച്ചേക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തേനിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ചെടികൾ കേട്ടോ. ആ ചെടികൾ കണ്ടിട്ട് നമ്മുടെ കണ്ണ് തള്ളി, അത് വേറെ കാര്യം. അപ്പോൾ അതെ കണ്ടോ, അമ്മ തേൻ കയ്യിലെടുത്ത് അപ്പോൾ മോൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ തേനീച്ച എന്നെ ഇതാക്കിയിട്ട് കണ്ടോ. അപ്പോൾ മോള് പേടിച്ച് അതെടുത്തു. പക്ഷെ ഇവർ എന്താണെന്ന് വെച്ചാൽ കുത്തണില്ല കേട്ടോ. പറക്കുക നമ്മുടെ മേത്തേക്ക് കുത്താനൊന്നും വരുന്നില്ല. അപ്പോൾ നല്ല ചുമയുണ്ട്. അപ്പോൾ ഇത് ചേച്ചിയുടെ മോനാണ്. ചേച്ചിയുടെ മോനും അത് പിടിച്ചു. അവന് പേടിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ സംഭവം നമ്മുടെ മേത്തേക്ക് കുത്താൻ വരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി കേട്ടോ. ഇതാണ് അവരുടെ തോട്ടം. വാഴയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കണ്ട കംപ്ലീറ്റ് തേൻ വെച്ചേക്കാണ്. ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും, ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡ്, ചേച്ചിയുടെ മോൻ, മോള്, അമ്മ എല്ലാവരും ഉണ്ട് ഈ ഫാക്ടറിയിലോട്ട്. അങ്ങനെ തേനിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആഗ്രഹത്തിന് പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ചേട്ടൻ ഈ പറഞ്ഞ ഫിലിപ്പ് എന്ന് പറയുന്ന ആ അപ്പച്ചൻ്റെ മകനാണ് കേട്ടോ. നമുക്ക് ഇതിനെക്കുറിച്ച് ഇതാണ് പുള്ളിക്കാരനാണ് നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. വൻതേൻ ചെറുതേനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വർഷം കൂടുമ്പോഴൊക്കെ 25 ml ഒക്കെ കിട്ടുള്ളൂ. അത്രയും റെയറായ സാധനമാണ് അത്. എത്രയാ ഒരു കുപ്പിക്ക് 4500 5000 ഒക്കെ റേറ്റ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ബോധം പോയി. ചെറുതേൻ ഭയങ്കര ഔഷധമാണല്ലോ. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങളിവിടെ കണ്ണും തള്ളിയിരിക്കുകയാണ്. പുള്ളി അത് തുറന്ന് നമുക്ക് കണ്ടോ കാണിച്ചു തരികയാണ്. തേനീച്ചയൊന്നും നമ്മളാരും ഉപദ്രവിക്കണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അത്ഭുതം. അത് കഴിഞ്ഞാൽ തേൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ ഇത് എത്ര റേറ്റ് എന്നൊക്കെ അറിയാനായിട്ടൊക്കെ നമ്മൾ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വൻതേനിന് ഇച്ചിരി വില കുറവുണ്ട്. ആ ഒരു കുപ്പിയില്ലേ, ഇരിക്കുന്ന ആ കുപ്പിക്ക് 650 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും ഫ്രണ്ടും അവളും മേടിച്ചു. 650 രൂപയുടെ ഒരു കുപ്പി ഞങ്ങളും മേടിച്ചു. ചെറുതേൻ അവിടെ ഇല്ല, കിട്ടാനായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ അത്രയും വലിയ റേറ്റും ആണല്ലോ. വൻതേനായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തേനൊക്കെ മേടിച്ചു. തേൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? അപ്പോൾ ഇവിടെ മോള് പറഞ്ഞു തേനുണ്ടെങ്കിൽ അപ്പവും അതുപോലെ ഇഡ്ഡലിയൊക്കെ അവൾ ഈ കറിയൊന്നും കഴിക്കില്ല. അപ്പോൾ തേൻ കൂട്ടിയിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ സത്യം. പക്ഷെ ഒരു പ്രാവശ്യം കഴിച്ചു. ആൾക്ക് അങ്ങനെ അത്ര അങ്ങോട്ട് താല്പര്യം തോന്നുന്നില്ല. പിന്നെ ചോദിച്ചിട്ടില്ല ആൾ. പക്ഷെ മരുന്നിനൊക്കെ നമുക്ക് ആവശ്യമില്ലേ അല്ലേ. ഈ ചുമയും ജലദോഷത്തിനൊക്കെ തേൻ നല്ലതാണ്. കണ്ട നല്ല ഭംഗിയല്ലേ ഇവിടുത്തെ പൂ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഔഷധത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കുപ്പി വാങ്ങിച്ചെന്നുള്ളത്. അപ്പോഴേക്കും പുള്ളിക്കാരൻ്റെ അപ്പച്ചൻ വന്നിട്ടുണ്ട്. അപ്പച്ചൻ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ. ഞങ്ങൾ വെറുതെ ചെടിയൊന്ന് നോക്കാൻ അതൊന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ അതൊന്നും തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെടിയോടൊരു പ്രാന്തമുള്ള മനുഷ്യനും കൂടിയാണ്. അപ്പോൾ ഇതാണ് തേൻ കണ്ടോ. ഈ തേനൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ യാത്ര ചെയ്യാവുന്ന സുഖമുള്ള ടാറ്റ.